സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡയുടെ മാതൃകയിലാണ്. കാനഡ. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത് ജയന്തി പട്നായിക്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. നാഥുല ചുരം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണ രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കരാഭരണം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് ആര്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതി. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ് താത്തിയ തോപ്പി. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏത്? ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറെ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറെ. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തുവാണ് എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റൻ. ഐക്യനാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ. ഐക്യനാണയ സംഘം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഐക്യനാണയ സംഘം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ആര്? തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് പോട്ടി ശ്രീരാമലു ആണ്. പോട്ടി ശ്രീരാമലു. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001 ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ള. ഫെൽസ്പാർ എന്തിൻ്റെ അയിരാണ്? ഫെൽസ്പാർ. ഫെൽസ്പാർ പൊട്ടാസ്യത്തിൻ്റെ അയിരാണ്. പൊട്ടാസ്യത്തിൻ്റെ അയിരാണ് ഫെൽസ്പാർ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് K. സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? K. സച്ചിദാനന്ദൻ. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം KSEB ആണ്. KSEB. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് R.P. ദത്ത്. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? R.P. ദത്ത്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര 1937 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള യാത്ര. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്.
നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹേഡ്സ്. ഐസോഹേഡ്സ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടപ്പള്ളി. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? കോലാട്ടം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം ഏത്? ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണുന്ന വാതകമാണ് റാഡോൺ. റാഡോൺ. തിരുവിതാംകൂറിലെ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്? ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ്. അന്നാചാണ്ടി. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ആര്? ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. ദുർഗാബായ് ദേശ്മുഖ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ടാർട്രസിൻ ആണ്. ടാർട്രസിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടാർട്രസിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് എറിത്രോസിൻ ആണ്. ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എറിത്രോസിൻ. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് TFM ആണ്. TFന്റെ ഫുൾ ഫോം നോക്കി വയ്ക്കുക. ടോട്ടൽ ഫാറ്റി മാറ്റർ. ടോട്ടൽ ഫാറ്റി മാറ്റർ. കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം. കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൽക്കരി ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ്. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം ഡാഷ് ആയിരിക്കും. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. 0. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ജഡത്വ നിയമങ്ങൾ ഗലീലിയോ ഗലീലിയാണ്. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? ഗലീലിയോ ഗലീലി. ചലനത്തെക്കുറിച്ചുള്ള പഠനം. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണം. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 Joule/kg ആണ്. 4200 Joule/kg ആണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്?
ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ 14. നിർവൃതി പഞ്ചകം. കൃതിയുടെ പേര് നിർവൃതി പഞ്ചകം. രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കൃതി ഏതാണ്? നിർവൃതി പഞ്ചകം. രചിച്ചത് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ട് 1913 ആരംഭിച്ചത്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ട് 1913 ആരംഭിച്ചതാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു രചിച്ചത് മലയാളത്തിലാണ്. മലയാളം. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്? ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഏത്? യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിലെ ഇന്ത്യയിൽ നിന്നും ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദം. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജീവകാരുണ്യ ദിനം. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചതാര്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ആര്? ഫിനാൻസ് സെക്രട്ടറിയാണ്. ഫിനാൻസ് സെക്രട്ടറിയാണ് ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാക്കുന്നത്? ഏതൊക്കെയാണ്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? ധ്രുവദീപ്തി. ധ്രുവദീപ്തി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ധ്രുവദീപ്തി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. സർവേ ഓഫ് ഇന്ത്യ. ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ? അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. പ്രധാനപ്പെട്ട സൈദ് വിളകൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട സൈദ് വിളകൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ധാന്യം? മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ഏത്? ട്രിറ്റിക്കലാണ്. ട്രിറ്റിക്കൽ. മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യമാണ് ട്രിറ്റിക്കൽ. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ? ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? മാത്യൂസ് ആണ്. മാത്യൂസ്. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? പമ്പ കക്കി പദ്ധതി. പമ്പ കക്കി പദ്ധതി എന്നും അറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ദ റെനീസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് പർവ്വത മണ്ണാണ്. പർവ്വത മണ്ണ്. കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്ര? കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം. സ്വർഗം തുറക്കുന്ന സമയം. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം?
ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചതാർ? പെയിന്റിങ്ങിന്റെ പേര് ബിന്ദു. വരച്ചത് SH റാസയാണ്. SH റാസ. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് SH റാസ. ദിബ്രു-സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ദിബ്രു-സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാം. ഡെങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെങ്കൽ ഡ്രാഫ്റ്റ് ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോക വ്യാപാര സംഘടന. ഈശ്വര ചിന്തയിൽ ഇതൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത് ആര്? ഈശ്വര ചിന്തയിൽ ഇതൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ എന്ന പ്രസിദ്ധമായ മലയാള ചലച്ചിത്ര ഗാനം രചിച്ചത് തിരുനൈനാർ കുറിച്ചി മാധവൻ നായരാണ്. തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ടെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ ടെക്സ്ട്രോകാർഡിയ. ഖരാവസ്ഥയിലുള്ള ഹാലജൻ അയഡിൻ. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്? നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദമാണ്. മാനവികതാവാദമാണ് നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ? വ്യക്തമായി വായിക്കുവാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. കരൾ. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് എന്നത്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നു. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് സൗരോർജം. മലയാളത്തിൽ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിൽ ആദ്യത്തെ പത്രം രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ്. തലശ്ശേരി. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? ചുറ്റികയുടെ ആകൃതിയിലുള്ളത് ഏത് അസ്ഥിയാണ്? മാലിയസ് ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത് എയ്ഡ്സ് രോഗ നിർണയത്തിനാണ്. എയ്ഡ്സ്. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എംഫിസിമ ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ് എന്ന് കമന്റ് ചെയ്യുക. എംഫിസിമ ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ് എന്ന് കമന്റ് ചെയ്യുക. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതാര്? മുസ്ലിം ഐക്യസംഘം വക്കം മൗലവിയാണ്. വക്കം മൗലവി. മരിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? മരിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. റിഗർ മോർട്ടിസ്. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം എത്ര? മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. 120/80 mmHg. രക്തചംക്രമണം കണ്ടെത്തിയത് ആര്? രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില? ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? രക്തത്തിന്റെ pH മൂല്യം 7.4. KIIFB എന്നതിന്റെ പൂർണ്ണരൂപം? KIIFB.
കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, KIIFB, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജി. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം തൃശ്ശൂർ ജില്ലയിലാണ്. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.